നമസ്കാരം. ദോഹ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. അനുദിനം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഖത്തറിൽ നമ്മൾ ഇനിയും ചെന്നെത്തിയിട്ടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. സ്വദേശികൾക്കിടയിലും പ്രവാസികൾക്കിടയിലും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ചില പ്രതിഭകളുമുണ്ട്. കൗതുകകരവും വിസ്മയകരവുമായ ചില കാഴ്ചകളും ഖത്തറിൽ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അത്തരം കാഴ്ചകളെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദോഹ മാഗസിൻ. ഖത്തറിൻ്റെ ടൂറിസം ഭൂപടത്തിലേക്ക് പുതുതായി എഴുതി ചേർത്തതാണ് ബനാന ഐലൻഡ്. ദോഹ കോർണിഷിൽ നിന്നും ജലമാർഗം 20 മിനിറ്റ് യാത്ര ചെയ്താൽ ബനാന ഐലൻഡിലെത്താം. സഞ്ചാരികൾക്കായി ഒട്ടനവധി സവിശേഷ കാഴ്ചകളൊരുക്കിയ ബനാന ഐലൻഡിൻ്റെ വിശേഷങ്ങളോടെയാണ് ദോഹ മാഗസിൻ്റെ ഈ ലക്കം ആരംഭിക്കുന്നത്. ഭൂവിസ്തൃതി കുറവാണെങ്കിലും വിപുലവും നവീനവുമായ പദ്ധതികളും സ്വപ്നങ്ങളുമാണ് ഖത്തറിനുള്ളത്. കഠിന പ്രയത്നത്തിനൊടുവിൽ തീരത്തുനിന്നു മാറി കടലിൽ തീർത്ത ബനാന ഐലൻഡ് എന്ന സുന്ദര ദ്വീപ് ഖത്തറിൻ്റെ ഈ മുന്നേറ്റത്തിനുള്ള മികച്ച ഉദാഹരണമാണ്. രാജ്യത്തിൻ്റെ ടൂറിസം സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് സജ്ജമാക്കിയ ബനാന ഐലൻഡ് എന്ന കൊച്ചുദ്വീപ് സഞ്ചാരികളെ വിസ്മയിപ്പിക്കുകയാണ്. ദോഹ കോർണിഷിൽ നിന്ന് സ്പീഡ് ബോട്ടുകൾ വഴിയും ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തുനിന്ന് ഹെലികോപ്റ്റർ വഴിയും ബനാന ഐലൻഡിലെത്താം. ഖത്തർ മ്യൂസിയവും വെസ്റ്റ് ബേയിലെ അമ്പരചുംബികളായ ടവറുകളും കടന്ന് കടൽമാർഗമുള്ള യാത്ര ഏറെ രസകരമാണ്. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച കോർണിഷിലെ ഓഫീസിൽ നിന്ന് ബോർഡിംഗ് പാസ് തരപ്പെടുത്തിയാൽ ഒരു വ്യോമ പേടകത്തെ അനുസ്മരിപ്പിക്കുന്ന ആഡംബര യോട്ടിലാണ് ഐലൻഡിലേക്കുള്ള യാത്ര. ഖത്തരി പാരമ്പര്യ രീതിയിൽ ഈത്തപ്പഴവും പഴച്ചാറുകളും നൽകിയാണ് ഈ യോട്ടുകളിൽ യാത്രക്കാരെ സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ 200 റിയാൽ ടിക്കറ്റ് എടുത്താൽ ബനാന ഐലൻഡ് സന്ദർശിച്ചു മടങ്ങാം. എന്നാൽ ഈ സുന്ദര ദ്വീപിലൊരുക്കിയ ആഡംബര വില്ലകളിൽ രാത്രി താമസിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1800 റിയാൽ ചെലവ് വരും. And inside the room, you have a Middle Eastern style. So when you look at the door, when you open the door, you walk into the corridors of the room. You have this beautiful mosaic styles. You walk in and the furniture is very Middle Eastern as well. And when you walk into a restaurant, Al Naham restaurant, you have a Middle Eastern style restaurants as well. So there are a lot of Middle Eastern touches. Then you have, when you walk into and you check in, you have the huge ceremony of check-in with your drums, the Middle Eastern claps, the oud ceremony, and also you have the water, the flowery water ceremony as well. രാജ്യത്തിന്റെ ടൂറിസം മേഖലയിൽ കുതിച്ചുചാട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബനാന ഐലൻഡ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ നാസർ ബിൻ ഖലീഫ അൽത്താനിയാണ്. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിന് സമീപത്ത് നിന്ന് പുറപ്പെടുന്ന ആഡംബര യോട്ടിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ദോഹ തീരം ലക്ഷ്യമിട്ട് സഞ്ചരിക്കുന്ന ചരക്കു കപ്പലുകളും ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനങ്ങളും അരികിൽ കാണാം. 20 മിനിറ്റ് സഞ്ചരിച്ച് ബനാന ഐലൻഡിലെത്തുമ്പോൾ മാലിദ്വീപിലെയോ തായ്ലൻഡിലെയോ കടലോര ഗ്രാമത്തിലെത്തിയ പ്രതീതിയാണ് സഞ്ചാരികൾക്ക് ലഭിക്കുക. വാദ്യഘോഷങ്ങളോടെ നിങ്ങളെ സ്വീകരിക്കാനായി പ്രത്യേകം കലാകാരന്മാരും ഇവിടെയുണ്ട്. ഖത്തരി പാരമ്പര്യ രീതിയിൽ പനിനീർ തെളിച്ചും ഊതുപുകച്ചുമാണ് ദ്വീപ് നമ്മെ വരവേൽക്കുന്നത്. You come to Shuk Port, which is not very far from the airport. It's very central to the city as well. You catch a boat which brings you straight here, which takes 20 minutes, and it's a beautiful journey, a beautiful experience, which gives you a Middle Eastern experience as well. The whole check-in process is really Middle Eastern, with your cup of coffee, with dates, and a nice welcome
with oud, and you have your nice also rose water. മധ്യ അറേബ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ പ്രധാന കെട്ടിടമടക്കം 141 മുറികളാണ് റിസോർട്ടിലുള്ളത്. ഹോട്ടലിൽ 96 കിടപ്പുമുറികളുണ്ട്. 2ഉം 3ഉം മുറികളുള്ള 34 പൂൾസൈഡ് വില്ലകളും ഒരുക്കിയിട്ടുണ്ട്. വില്ലകളിൽ 11 മാലിദ്വീപ് ശൈലിയിൽ വെള്ളത്തിനു മുകളിൽ പണിതതാണ്. എണ്ണൂറ് മീറ്റർ നീളമുള്ള ബീച്ചിൽ സന്ദർശകർക്ക് ഉല്ലസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ജെല്ലി ഫിഷ് സീസൺ ആരംഭിച്ചിട്ടും ദ്വീപിലെത്തി ജലവിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ കുറവല്ല. We have over 141 rooms in the Banana Island. We also have over 9 categories, 8 beautiful outlets for you to come and enjoy in our destination. You can say it's a destination within a destination because we have entertainment for kids, the recreation center. We've got a beautiful swimming pool for everyone to enjoy. We also have a diving center here, and we are the first destination where you have wellness and spa together. So you can come here for your health and also for relaxation. I hope to see everyone who's around the world to come and experience Anantara Resort, which is a beautiful resort based in Doha, Banana Island. കടലിലോ പൂളിലോ നീന്താൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്വസനോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകും. 100 മീറ്റർ നീളമുള്ള ലഗൂൺ പൂളും റിസോർട്ടിലുണ്ട്. VIP സിനിമ, ബൊട്ടാണിക്കൽ ഗാർഡൻ, കുട്ടികൾക്കും ടീനേജ് പ്രായക്കാർക്കുമുള്ള ക്ലബ്ബുകൾ, സ്പാ, വെൽനസ് സെന്റർ തുടങ്ങി സൗകര്യങ്ങളെല്ലാം ബനാന ഐലൻഡിലുണ്ട്. തായ്ലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനന്തര ഗ്രൂപ്പാണ് ബനാന ഐലൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. Anantara has a beautiful touch, oriental touch of Thai, plus an arabesque touch inside the room, so it's very Qatari decors as well, and obviously the Qatari experience of check-in that we have, giving them a Middle Eastern flavor of coming to Middle East. That's how we give these small touches around. Prior to coming to the island, it's great to have the reservations pre-booked for the restaurants and obviously for the accommodation. So you go through the check-in process in Shuyuk, where the port is there and you've got your beautiful dates and coffee, very Middle Eastern check-in, and brings you straight to the island, the wonderful Middle Eastern experience of check-in, which I will not spoil for you because you have to be here to experience it. പാശ്ചാത്യ, ഏഷ്യൻ, മധ്യപൗരസ്ത്യ ഭക്ഷ്യവിഭവങ്ങൾ, ഇറ്റാലിയൻ റെസ്റ്റോറന്റ്, അറബിക്, മെഡിറ്ററേനിയൻ റെസ്റ്റോറന്റ്, ഓർഗാനിക് കഫേ, അമേരിക്കൻ സ്റ്റൈൽ ഡിന്നർ തുടങ്ങിയവയും ഇവിടെയുണ്ട്. എന്നാൽ റിസോർട്ടിൽ മദ്യം വിളമ്പുന്നില്ലെന്നതാണ് ഈ ഉല്ലാസ കേന്ദ്രത്തെ വേറിട്ടു നിർത്തുന്നത്. സൗദിയിലെയും UAE-യിലേതും ഉൾപ്പെടെ GCC സന്ദർശകരെയും യൂറോപ്പിൽ നിന്നുള്ളവരെയുമാണ് ബനാന ഐലൻഡ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കേരള തീരത്തെയും അനുസ്മരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ മനോഹര ദ്വീപിലേക്ക് മലയാളി സഞ്ചാരികൾ ഇനിയും കാര്യമായി എത്തി നോക്കിയിട്ടില്ല.